ഹായ് ടെക്നീഷ്യൻസ്, നമസ്കാരം. ഇന്ന് നമുക്കൊരു കംപ്ലൈൻറ്റ് പരിചയപ്പെടാം. ഇതൊരു ഫിലിപ്സിൻ്റെ 50 ഇഞ്ച് LED TV ആണ്. ഇത് നോ പിക്ചറായിട്ടാണ് കിട്ടിയത്. ബാക്ക് ലൈറ്റ് ഉണ്ട്, പിക്ചർ ബ്ലാങ്ക്. പാനൽ ഷോട്ടാണ്. പിക്സൽ ഭാഗത്തുള്ള ഷോട്ടിങ്ങും ആവാം. ഇനി നമുക്ക് സെറ്റ് ഒന്ന് അയച്ചു നോക്കാം. സെറ്റ് അയച്ചിട്ടുണ്ട്. ഇതിൽ CHOT എന്ന് പറഞ്ഞൊരു ഫുൾ HD പാനലാണ് വരുന്നത്. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളൊരു പാനലാണ്. BOE പാനൽ അല്ലെങ്കിൽ LG പാനൽ ഇതുപോലൊന്നും ക്വാളിറ്റി കിട്ടില്ല, എങ്കിലും അത്യാവശ്യം കൊള്ളാം. കൂടുതലും ഇങ്ങനെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയെന്ന് പറയുമ്പോൾ പാനലിൽ പിക്സൽ ഷോട്ടിംഗ് ആണ് വരുന്നത്. ഒരു ഭാഗം ബ്ലോക്കാവും, അപ്പോൾ അവിടെ വോൾട്ടേജ് ലോഡാവും. പിന്നെ അങ്ങനെ ബാക്കി വോൾട്ടേജ് ഒന്നും ബൂസ്റ്റ് ആവാതെ ഓസിലേഷൻ ഇല്ലാതെ നിൽക്കും. അങ്ങനെയാണ് നോ പിക്ചർ ആവുന്നത്. ഒരു പരിധിവരെ റെഡിയാവും. പിന്നെ അതിന് ആയുസ് കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലത് കിടക്കും. പിന്നെ കോഫ് കംപ്ലൈൻറ്റ്, ബോണ്ടിങ് അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിടക്കും. ഏറ്റവും നല്ലത് പുതിയ പാനൽ മാറുന്നതാണ്. മൊത്തം 2 സെക്ഷൻ വരുന്നുണ്ട് ടീകോം ബോർഡിൽ. അതിൽ ഏത് സെക്ഷൻ വേണമെങ്കിലും കംപ്ലൈൻ്റ് ആവാം. അത് പാനലിൻ്റെ ഓരോ പാനലിനും അതിൻ്റേതായ കംപ്ലൈൻറ്റ് വരുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും. വലത് ഭാഗം ഇടത് ഭാഗം രണ്ടും ഏത് ഭാഗം വേണമെങ്കിലും ബ്ലോക്ക് ആവാം, നോ പിക്ചർ ആവാം, അല്ലെങ്കിൽ ഡബിളിങ്ങോ അങ്ങനെ എന്തോ കംപ്ലൈൻറ്റ് വേണമെങ്കിലും വരാം. ഇതിൽ ഈ ഇടത് ഭാഗത്ത് ഒരു 14 പ്രിൻ്റ് ബ്ലോക്ക് ആയിരുന്നുണ്ട്. അവിടെ ബ്ലോക്കിങ് ചെയ്ത് ഇപ്പം ആ ഭാഗം ബാക്കി വോൾട്ടേജ് എല്ലാം ബൂസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഈ കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട്. CK വിലയും കറക്റ്റ് കണ്ടുപിടിച്ചത് ചെയ്യണം. അടയാളപ്പെടുത്തിയിട്ടൊന്നും കാണില്ല. നമ്മൾ ടെക്നീഷ്യന്മാർ എക്സ്പീരിയൻസ് ആ രീതിയിൽ ചെയ്തതാണ്. ഈ പിക്ചറൊന്ന് നോക്കാം. പിക്ചറെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ലൈൻസും കാര്യങ്ങളൊന്നുമില്ല, നല്ല പിക്ചറാണ്. ഇങ്ങനെയുള്ള കംപ്ലൈൻ്റ് ഒന്നും ലേസർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചിലതൊക്കെ കിടക്കും, നോർമൽ യൂസിങ് ആണെങ്കിൽ കിടന്നോളും. പിക്ചർ ഓക്കെ ആയിട്ടുണ്ട്. നോ പിക്ചർ കൂടുതലായും വരുന്നത് പാനൽ ഷോട്ട് വരാം, അല്ലെങ്കിൽ കോഫ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വരാമെന്ന് വെച്ചാൽ അത് ബോണ്ട് ചെയ്താൽ റെഡിയാവും. അത് കിടന്നുള്ള റിപ്പീറ്റൊന്നും വരത്തില്ല. പിന്നെ അതുപോലെ പാനൽ ഇന്ത്യയിൽ ആർക്കിങ്ങും ടീകോം ബോർഡ് കംപ്ലൈൻറ്റ്, അങ്ങനെ പല രീതിയിലും കംപ്ലൈൻറ്റ് വരാം. അത്യാവശ്യം എല്ലാം നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ്, ബോണ്ടിങ് ഒഴികെ. ഏറ്റവും ബെറ്റർ പുതിയ പാനൽ മാറുന്നതാണ്. അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ശരി, സ്നേഹപൂർവ്വം സുധീഷ് അഞ്ചൽ.